ഇങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. അതിന് അപ്പുറത്തോട്ടുള്ള കാര്യങ്ങളാണ്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. പൊളി പടം. ഇതിനെ വല്ല പൃഥ്വിരാജിന്റെ ആടുജീവിതം പറ്റൂല. നമ്മൾ ക്ലൈമാക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് എണീറ്റ് നമുക്ക് കൈയടിക്കാൻ തോന്നുന്നു. ആ ഒരു ഇമോഷനും ഫീലിങ്സ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടിയും മേലെ നിൽക്കുന്ന സെക്കൻഡ് ഹാഫ് ഗംഭീരമായിരുന്നു, തീയായിരുന്നു. പിന്നെ ഗസ്ട്രോൾ വിനീതേട്ട മാജിക് വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റി. സെക്കൻഡ് ഹാഫ് ഫാമിലി ഫ്രണ്ട്സ് വാട്ട്സ് എവർ ഇറ്റ് ഇസ് എല്ലാവർക്കും എല്ലാ ഇമോഷൻസും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട്, വന്നു പോകുന്നവരെല്ലാം സ്കോർ ചെയ്തിട്ടുള്ളൊരു പടമാണ്. വിഷയം പടം ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാടി എല്ലാവരുടെയും വിഷയം നല്ല പെർഫോമൻസ് ഉണ്ട്. നിവിൻ പോളി എന്ന് പറഞ്ഞാൽ വിഷയതിനകത്ത് പടം വന്നിട്ടായിരിക്കും. മാസല്ല, വിനീത് ശ്രീനിവാസൻ മരണമാസമാണ്. അതായത് പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളി പടം. ഇതിനെ വല്ല പൃഥ്വിരാജിന്റെ ആടുജീവിതം പറ്റൂല. അത്രയ്ക്കിടില്ല നമ്മൾ. അതായത് ഞാനൊരു മനോരോഗിയാണ്, പറഞ്ഞാൽ മനസ്സിലായില്ലേ? പറഞ്ഞവർ വിചാരിക്കും ഞാനൊരു മനോരോഗിയാണെന്ന്. പക്ഷെ അത് അങ്ങനെയല്ല. അത് നിവിൻ പോളിയുടെ ഡയലോഗാണ് ഈ സിനിമയിലുള്ളത്. മച്ചാനെ പൊളിയാണ്. പൊളിയെന്ന് വെച്ചാൽ തീ തീ തീ. അടിപൊളി പടം, അടിപൊളി പടം. വിഷയം പടമാണ്. നൈസായിരുന്നു പടം. ഓവറോൾ അടിപൊളി പടമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട്. മേക്കിംഗ് എല്ലാം പൊളി, ഫ്രെയിംസ് അടിപൊളി സീനായിരുന്നു. നല്ല പടമാണ് ബ്രോ. സെക്കൻഡ് ഹാഫ് മൊത്തം നിവിൻ പോളിയുടെ കയ്യില. അഴിഞ്ഞാട്ടമൊന്നും പറയാൻ പറ്റില്ല. അതിന് അപ്പുറത്തോട്ടുള്ള കാര്യങ്ങളാണ്. പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. പറയാനൊന്നുമില്ല, അതങ്ങനെ. സെക്കൻഡ് ഹാഫ് മൊത്തം പുള്ളിയുടെ കയ്യിലാണ് ബ്രോ. പടം സൂപ്പർ പടം. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. എനിക്ക് എന്താ പറയുക, ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൊള്ളാം. ഒരുപാട് സ്റ്റാറുകൾ വരുന്നുണ്ട് പടത്തിൽ, ഒരുപാട് നടന്മാരുണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കൊള്ളാം. പുള്ളി എന്താ പറയുക, പുള്ളിയുടെ കൗണ്ടേഴ്സൊക്കെ നല്ല കൈയടി കിട്ടുന്നുണ്ട്. ഓവറോൾ കൊള്ളാം. പുള്ളി പടം വിനീത് ശ്രീനിവാസൻ്റെ നമുക്കറിയില്ല, അയാളുടെ ഒരു പാറ്റേൺ അറിയാമല്ലോ. നമുക്ക് ഇമോഷനും സോങ്സൊക്കെ കൺവേ ചെയ്ത് നമ്മളെ അതിൻ്റെ ആ തിയേറ്ററിലോട്ട് നമ്മളെ ആ ഫീലിലോട്ട് കൊണ്ടുപോകുന്നത്. അതേ കണക്കുള്ളൊരു പടമാണ് ഇതും. നിവിൻ പോളിയുടെ എൻട്രി വന്ന ഒരു 30 മിനിറ്റ് എന്ന് വെച്ചാൽ തിയേറ്ററിലൊരു ഉത്സവ പ്രതീതിയായിരുന്നു. കാരണം നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. അതേപോലെ നമ്മൾ ക്ലൈമാക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് എണീറ്റ് നമുക്ക് കൈയടിക്കാൻ തോന്നുന്നു. ആ ഒരു ഇമോഷനും ഫീലിങ്സ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നല്ല പടം കേട്ടോ, അടിപൊളി. എല്ലാവരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. അടിപൊളി പടം. എല്ലാവരും നല്ല ഇഷ്ടപ്പെടും. പിന്നെ സിനിമാ ഫീൽഡിലുള്ളവർക്കാണെങ്കിൽ അത് കൂടുതൽ കണക്റ്റ് ആവുന്നതിന് സൂപ്പർ പടം, അടിപൊളി. അങ്ങനെയല്ല, അതൊരു എന്താ പറയുക, നമ്മളവിടെ ഇരുത്തി, എന്താ പറയുക, വളരെ നല്ല രീതിയിൽ ഇരുത്തി നമ്മളവിടെ പതിച്ചിരുത്തും. ഒരു ഉള്ളിൽ തൊടുന്ന ഒരു ഫീലൊക്കെയാണ് അതിനകത്ത്. വളരെ മനോഹരമായിട്ടുള്ളത്. ഇറ്റ്സ് അമേസിങ്. അടിപൊളിയായിട്ടുണ്ട്. രക്ഷയില്ലാത്തോടെ എനിക്ക് വെർച്വൽ ഹഗ്സ് ദ ഹോൾ ടീം, ഫോർ ദ ഹോൾ ടീം വെർച്വൽ ഹഗ്സ്. അത്ര എനിക്ക് പറയാനുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര വിനീതേട്ട മാജിക് വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റി. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണലും ഫീലുമായിട്ടുള്ള ഒരു ഇത് തന്നെ.